ഗുഡ് മോർണിംഗ്. നമ്മൾ വിഷയത്തിൽ നിന്ന് ഒത്തിരി കാട് കയറി പോകുന്നില്ലേ? സോറി, ഞാനറിയില്ലേ ആ ഹോളിസ്പിൻ്റെ ലീഡിങ് അനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. കാരണം കുറേ ക്ലാരിറ്റി കിട്ടണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നുള്ളത്, ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിൽ എങ്ങനെയാണെന്ന്. അത് ആദ്യം ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വലിയ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ കാഷ്വലായിട്ട് എടുക്കരുത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും കാഷ്വലായിട്ട് എടുക്കരുത്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ യാദൃശ്യമാണെന്ന് ചിന്തിക്കാൻ ഒരു കാര്യം പറയും. ആത്മീയ കാര്യങ്ങൾ ആത്മീയമായിട്ടാണ് വിവേചിക്കുന്നത്, ഡിസേൺ ചെയ്യേണ്ടത്. ആത്മീയ കാര്യങ്ങൾ ഭൗതികമായിട്ട് ഡിസേൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല, ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ ഇത് സ്പിരിച്വലി ഡിസേൺ ചെയ്യാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ ഇതിനെ സ്പിരിച്വലി ഡിസേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതെല്ലാം യാദൃശ്യമാണ്. അങ്ങനെയൊക്കെ ഇവിടെ എല്ലാം നടക്കുന്നു. അതല്ലേ പിന്നെ പരിശുദ്ധാത്മാവാണ്. ഐ ഹാവ് നോ ആർഗ്യുമെൻറ്റ്സ്. സോറി, എനിക്ക് തർക്കിക്കാൻ താല്പര്യമേ ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആശ്രയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, നേരത്തെ ഒരു എപ്പിസോഡിൽ. അതിൻ്റെ മെയിൻ കാര്യം നമ്മളത് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, അവകാശികളാണ്. പരിശുദ്ധാത്മാവ് ഉറപ്പുവരുന്നു. അബ്ബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ഇതെല്ലാം നമുക്ക് അറിയാം. ബട്ട് വി ഡോണ്ട് ബിലീവ് ഇറ്റ്. ആക്ച്വലി നമ്മളത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറക്കുക. ദൈവം നീ എന്നെ കൈവിട്ടതെന്ന് ചിലപ്പോൾ അത് ചോദിച്ചേക്കും. എന്നിട്ട് പിന്നെ ഒരൊറ്റ ഓട്ടം. എവിടോട്ടോ ഓടുന്നറിയാം? ലോകത്തിലേക്ക്. നമ്മൾ മക്കളാണ്, അവകാശികളാണ്. എല്ലാത്തിനും പരിഹാരം തരാൻ പറ്റുന്ന ദ ഓൾ മൈറ്റി ക്രിയേറ്റർ ഈസ് ഡ്വെല്ലിങ് ഇൻസൈഡ് ഓഫ് us. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഒരു നിമിഷം ഒന്ന് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ മതി. കാരണം പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അതാ വചനം പറയുന്നത്. എഫേസ്യർക്ക് പറയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരാൻ കഴിയുന്ന നമ്മിൽ വസിക്കുന്ന അവൻ്റെ ശക്തിയായി. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും exceedingly abundantly more than what we think or imagine. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് അല്ലേ? എൻ്റെ സൗഖ്യം അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലേ? നമ്മുടെ ഓരോ ആവശ്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് അല്ലേ? അല്ല പിന്നെ ലിസ്റ്റ് ചെയ്യണ്ടേ ഇന്ന കാര്യങ്ങൾ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ മാത്രം നീ ചോദിച്ചു, ബാക്കിയൊന്നും എന്നോട് ചോദിക്കില്ലെന്ന് പറയണ്ടേ? എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കാൻ പറ്റുക? വിശ്വസിക്കുന്നില്ല. എഫേസ്യസിനകത്ത് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പം ദൈവത്തിൻ്റെ പ്രോമിസ് ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദൈവം ഒരു വാഗ്ദാനം തന്നു കഴിഞ്ഞാൽ അത് വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഞാനൊരു വചനം വായിക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 1 ഓൺവേർഡ്സ്. ഈ എബ്രായർ 4-ാം അധ്യായം 1 മുതൽ. ഇതൊക്കെ എടുത്ത് വെച്ച് വായിക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഉറപ്പ് കിട്ടും. Therefore, since a promise remains of entering his rest, let us fear lest any of you seem to have come short of it. ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കുന്നു, അവൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന നിലനിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം, നമുക്കത് ലഭിക്കാതെ പോകുമോ എന്നുള്ളത്. പ്രോമിസുണ്ട്, പിന്നെ ലഭിക്കാതെ പോകാനുള്ള റീസണാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം തന്നെ. ദൈവത്തിൻ്റെ പ്രോമിസ് ഒത്തിരി. പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്, സഹായമാണ്, നമ്മൾ മക്കളാണ്, അവകാശികളാണ്. ഇതെല്ലാം പ്രോമിസസ് അല്ലെ, പൊസിഷൻ ഇതൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഇത് ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടാതെ പോകുന്നത് എന്താണെന്ന് താഴോട്ടും. 2. For indeed the gospel was preached to us as well as to them. സുവിശേഷം, സദ്വാർത്ത നമ്മളോട് പ്രസംഗിക്കപ്പെട്ടു, അത് അവരോട് പ്രസംഗിക്കപ്പെട്ടതുപോലെ തന്നെ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുകയാണ്. അവരെ മരുഭൂമി കൂടെ നടത്തിയപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആ റെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് പറയുകയാണ്. For indeed the gospel was preached to us as well as to them. അവരോട് പ്രസംഗിച്ചതുപോലെ തന്നെയാണ് നമ്മളോട് പ്രസംഗിച്ചേക്കുന്നത്. But the word which they
heard did not profit them. പക്ഷേ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് താഴോട്ട് പറഞ്ഞത്? നോട്ട് ബീയിങ് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്. ഇതാ മർമ്മം. ബട്ട് ദ വേർഡ് വിച്ച് ദേ ഹേർഡ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അല്ലെ വാഗ്ദാനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ റീസൺ നോട്ട് ബീയിങ് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത് ഇൻ ദോസ് ഹു ഹേർഡ് ഇറ്റ്. അവരുടെ വിശ്വാസം ഈ കേട്ട വാഗ്ദാനത്തോടു കൂടി മിക്സ് ചെയ്യുന്നില്ല. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം, എന്നിട്ട് പറയാം. ഫോർ വി ഹു ഹാവ് ബിലീവ്ഡ് ഡു എൻ്റർ ദ റെസ്റ്റ് ആസ് ഹി ഹാസ് സെഡ്. എന്നാൽ വിശ്വസിച്ച് നമ്മളോ ആ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. അപ്പോൾ എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ മിറക്കിൾ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ, പ്രോമിസ് പ്ലസ് ഫെയ്ത്ത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വാഗ്ദാനം തന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം, ഞാൻ നേരത്തെ നമ്മുടെ വിശ്വാസമല്ല, ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന വിശ്വാസം, നമ്മുടെ വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല കേട്ടോ. ആത്മീയലോകത്ത് സെൽഫ് കോൺഫിഡൻസിന് ഒരു വിലയില്ല, 0 വാല്യൂ. അത് തിരിച്ചറിയണം. ഈ ഭൗതിക ലോകത്തിലാണ് ഈ സെൽഫ് കോൺഫിഡൻസിന് വിലയുള്ളത്. ബാക്കി എടുത്ത എപ്പിസോഡിൽ